ഇന്ന് നമ്മളിവിടെ ഒരു വാട്ടർ ടാങ്കിൽ ടാങ്ക് കണക്ടർ പിടിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്ന 3/4 ഇഞ്ചിൻ്റെ യൂണിയൻ ടൈപ്പ് ടാങ്ക് കണക്ടറാണ്. ഇതിന് 100 രൂപയാണ് അയക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ യൂണിയൻ ടൈപ്പ് ടാങ്ക് കണക്ടറാണ് പിടിപ്പിക്കുന്നതെങ്കിൽ ടാങ്ക് അഴിച്ച് മാറ്റി ക്ലീൻ ചെയ്തെടുക്കാനെല്ലാം എളുപ്പമുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷനാണ് ഈ ടാങ്കിന് ഹോളിട്ട് പിടിപ്പിക്കാനുള്ളത്. അപ്പോൾ ഞാനിവിടെ ടാങ്കിന് ഹോളിടാനായിട്ട് ഇതുള്ള ഹോൾ സോക്കറ്റാണ് ഉപയോഗിക്കുന്നത്. 3/4 ഇഞ്ചിൻ്റെ ടാങ്ക് കണക്ടർ പിടിപ്പിക്കാനായിട്ട് 1 ഇഞ്ചിൻ്റെ ഹോൾ സോക്കറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഹോൾ സോക്കറ്റർ ഇത് പല ക്വാളിറ്റിയുള്ള മേടിക്കാൻ കിട്ടും. ഞാനിവിടെ എടുത്തേക്കുന്നത് കുറഞ്ഞ ക്വാളിറ്റി ഉള്ളതാണ്. ഇതെല്ലാം ഒരു സെറ്റായിട്ടാണ് കിട്ടിയത്. ഇതിന് 200 സംതിങ് അങ്ങനെ എന്തോ ആയത്. പ്ലാസ്റ്റിക്കും PVC കെട്ടിയും കുഴപ്പമില്ല, ഇത് ഓക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഈ കാണുന്ന പോലെ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഇതിലേക്ക് ഇങ്ങനെ ഹോൾ സോക്കറ്റ് ഇടുക, ഇത് ടൈറ്റ് ചെയ്യുക. ഇതിനെ ഡ്രില്ലിംഗ് മെഷീനിലേക്ക് കണക്ട് ചെയ്ത് ഉപയോഗിച്ചാൽ മതി. ഇനി ടാങ്ക് കണക്ടർ പിടിപ്പിക്കേണ്ട ഭാഗത്ത് ഹോൾ അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള ഹോൾ സോക്കറ്റ് ഉപയോഗിച്ച് ഹോൾ അടിക്കുകയാണെങ്കിൽ കറക്റ്റ് റൗണ്ടായിട്ടും കിട്ടും, അതുപോലെ ലീക്കും ഉണ്ടാകാതിരിക്കും. അതുപോലെ നമ്മളുടെ ഹോൾ അടിച്ചതിൻ്റെ കുറച്ച് പോർഷൻസ് ടാങ്കിനുള്ളിലേക്കും തള്ളി നിൽപ്പുണ്ടാവും. അപ്പോൾ അതുപോലെ കത്തി എന്തെങ്കിലും ഉപയോഗിച്ചൊന്ന് ക്ലിയർ ചെയ്ത് കളയുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇതിങ്ങനെ കട്ട് ചെയ്ത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ വെള്ളം ലീക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ടാങ്ക് കണക്ടറിൻ്റെ ഈ ഒരു പോർഷൻ ഇത് ഈ ഹോളിലൂടെ പുറത്തേക്ക് തള്ളിയെടുക്കണം. ഇതിനൊക്കെ ആയിട്ട് ടാങ്കിലേക്ക് വരിഞ്ഞ് കയറേണ്ടി വരും. ഞാനിവിടെ ഇട്ടേക്കുന്ന ഹോളിൻ്റെ അളവ് കറക്റ്റ് ആയതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് മൂടി നിൽപ്പുണ്ട്. അപ്പോൾ ഇതുപോലെ കറക്റ്റ് അളവിൽ ഹോളിട്ട് എടുക്കുകയാണെങ്കിൽ വെള്ളം ലീക്കാതിരുന്നോളും. ഈ ഒരു ടാങ്ക് കണക്ടറിൻ്റെ ബാക്കി പോർഷൻ കൂടി ഇതിലേക്ക് ഇട്ട് ഫിറ്റ് ചെയ്തെടുത്താൽ മതി. ഇത് കൈകൊണ്ട് പിരിച്ച് മുറുക്കിയാൽ മതി, ഓവറായിട്ട് ടൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഈ ഒരു പോർഷനിലേക്കാണ് പൈപ്പെല്ലാം പിടിപ്പിക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ പൈപ്പ് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷൻ ഇതുപോലെ അഴിച്ച് മാറ്റി നമുക്ക് ടാങ്ക് ക്ലീൻ ചെയ്തെടുക്കാനുള്ള എളുപ്പമുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഒരു ടാങ്ക് കണക്ടർ പിടിപ്പിക്കാനുള്ള പരിപാടി. അപ്പോൾ ഇങ്ങനത്തെ യൂണിയൻ ടൈപ്പ് ടാങ്ക് കണക്ടർ പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ടാങ്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ അഴിച്ച് മാറ്റി നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള എളുപ്പമുണ്ട്. അതുപോലെ ടാങ്കിൽ ഇപ്പം നിലവിൽ സാധാരണ ടൈപ്പ് ടാങ്ക് കണക്ടർ ആണെങ്കിൽ അത് മാറ്റിയിട്ട് ഇതുപോലത്തെ യൂണിയൻ ടൈപ്പ് ടാങ്ക് കണക്ടർ പിടിപ്പിക്കാനും പറ്റും. അപ്പോൾ ഇതേപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അടുത്തൊരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം.